പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് 10/11/2025 മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 9-12 വാക്യങ്ങൾ. 9-ാമത്തെ വാക്യത്തിൽ തനിക്ക് വേണ്ടി ഒരു വള്ളം ഒരുക്കി നിർത്തുക എന്ന് ശിഷ്യന്മാരോട് ഈശോ പറയുക. അതിൻ്റെ കാരണം പലതാണ്. ഈശോ ചെയ്ത അത്ഭുതങ്ങൾ കാരണം ഒരുപാട് മനുഷ്യർ ഈശോയെ അനുഗമിച്ചു. ഇവിടെ ഈശോ ചെയ്ത അത്ഭുതം ഇതിന് താഴോട്ടുള്ള വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. രോഗശാന്തി ലഭിച്ചതുകൊണ്ട് ഒത്തിരി പേർ അവനെ കാണാനും അവനെ തൊടാനും ആഗ്രഹിച്ചു. ഇങ്ങനെ വരുന്ന ഒരുപാട് പേരുണ്ട് ലോകത്തിൽ ഇന്ന്. ഈ രോഗശാന്തിയും സൗഖ്യവും ഒക്കെ ഇല്ലാതാകുമ്പോൾ ഇവർ പിന്തിരിഞ്ഞു പോകും. അതുകൊണ്ട് ഈശോ തന്നെ മറ്റൊരിടത്ത് വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അനുഗമിക്കുന്നത്. ആ വാക്ക് വളരെ വ്യക്തമാണ്. ഞാൻ വിശ്വാസത്തിൻ്റെ അല്പകാഠിന്യമുള്ളൊരു കാര്യം പറയുകയാണ്. ആരെങ്കിലും രോഗസൗഖ്യത്തിന് വേണ്ടിയോ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ പരസ്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അല്പപ്രസിദ്ധി കിട്ടുന്നതിന് വേണ്ടിയോ അങ്ങനെ ലാഭേച്ഛയോടെ യേശുവിനെ സമീപിക്കുന്നെങ്കിൽ എന്ന് ഈ ലാഭേച്ഛ അവസാനിക്കുന്നു അന്ന് താങ്കൾ യേശുവിനെ വിട്ടുപോകും. അടിവരയിട്ട് പറയാം, യാതൊരു സംശയവും ഇല്ല. കാരണം സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിന് പ്രതിഫലമില്ല, പ്രതിഫലേച്ഛയില്ലാത്ത പ്രവർത്തനത്തിന് നൈരാശ്യമില്ല, നൈരാശ്യമില്ലാത്തടത്ത് ഒഴിഞ്ഞുപോക്കലുമില്ല. രണ്ടാമത്തെ വാക്യം ഈശോ പറയുന്നു, എന്നെ വെളിപ്പെടുത്തരുത്. കാരണം അവിടെ ഉണ്ടായിരുന്ന പിശാചു ബാധിതർക്ക് ഈശോയെ മനസ്സിലായി. നീ ദൈവപുത്രനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൈവപുത്രനാണ് എന്നുറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ എന്നെ വെളിപ്പെടുത്തരുത്, കാരണം എൻ്റെ സമയം ഇനി ആയിട്ടില്ലെന്നായിരിക്കാം ഈശോ ചിന്തിക്കുന്നത്. ഇവിടെ ഞാൻ തിരിച്ചാണ് പറയുന്നത്. ഈശോയെ പിശാച് ബഹിഷ്കരിക്കുന്നവനായി കണ്ടവർക്കാണ് ഈശോയിൽ അവിടെയും ഒരു ലാഭം കിട്ടുമെന്ന് ചിന്തിക്കുന്നത്. പിശാചിന് ഈശോയെ മനസ്സിലായി എന്നുള്ളത് അത് ഞാൻ മറ്റൊരു അവസരത്തിൽ പറഞ്ഞതാണ്. ട്രാൻസെൻഡൻ്റൽ, അതായത് ഭൂമിക്ക് അതീതമായ ചില സാന്നിധ്യങ്ങൾ പരസ്പരം തിരിച്ചറിയും. അന്ന് ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവരോടൊക്കെയും ഈശോ പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ്, എന്നെ വെളിപ്പെടുത്തേണ്ട. നിങ്ങൾ അനുഭവത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിങ്ങൾ രുചിച്ചറിഞ്ഞ് എന്താണ് ഞാനെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി നിലനിന്നാൽ മതി. അല്ലാതെ വെളിപ്പെടുത്തണ്ട. അല്ലാതുള്ള വെളിപ്പെടുത്തലെല്ലാം കുരിശിൻ്റെ ചവിട്ടിൽ മനസ്സിലായതാണ്. അല്ലാതുള്ള എല്ലാ വെളിപ്പെടുത്തലും യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷവും മനസ്സിലായതാണ്. അതാണ് തോമസ് കൂടെ നടന്നിട്ടും തോമസ് പറഞ്ഞു, നിൻ്റെ വിലാപ്പുറത്ത് എൻ്റെ കൈകൾ വെക്കുകയും നിൻ്റെ മുറിവുകളിൽ ഞാൻ എൻ്റെ വിരൽ കടത്തി നോക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. ദാറ്റ് വാസ് എ ഡീപ്പ് റൂട്ടഡ് എക്സ്പീരിയൻസ് ഹി ഹാസ് ടു ദ ഗോഡ് ടു ഗെറ്റ്. അതാണ് അനുഭവത്തിൽ നിന്ന് കിട്ടുക. അപ്പം ഞാൻ ഇന്നത്തെ വാക്യത്തിൻ്റെ വിശദീകരണം, എൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും യേശുവിനെ അനുഗമിക്കാനോ യേശുവിനെ പിന്തുടരാനോ ആഗ്രഹിക്കുന്നെങ്കിൽ സമ്പത്ത് ചോദിച്ചോളൂ, കിട്ടുന്നത് വാങ്ങിച്ചു. രോഗസൗഖ്യം അതും ചോദിക്കാം. മാനസിക, ശാരീരിക, വൈയക്തിക, വ്യവഹാരിക വിഷയങ്ങൾക്കകത്ത് ഒക്കെ എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ കിട്ടിയാൽ വിശ്വസിക്കും, കിട്ടിയില്ല ഞാൻ തള്ളിക്കളയും. കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും കിട്ടുന്നില്ല കളയും. കറവപ്പശു ഒന്നുമല്ല യേശു ക്രിസ്തു. ജോൺസൺ, കരൂർ. നന്മയുടെ നല്ല ദിവസം. വിശ്വാസത്തിൽ നിന്നുള്ളവരെ ഞാൻ വ്യതിചലിപ്പിക്കുകയല്ല ചെയ്തത്. ആഴമായ വിശ്വാസം ഇല്ലാത്ത ദിവസവും ഉള്ള രീതിയിൽ ജീവിക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിർത്തുന്നു. ഒരിക്കലൂടെ നല്ല ദിവസം.